ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കിന്ന് കണവ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കണവ അഥവാ കൂന്തല് കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണവ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ കണവ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണവ നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് നമുക്കതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പൊ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കണവയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവാൻ വെക്കണേ. അപ്പൊ കുറച്ചൊരു വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് കുക്കറിലൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ അടിക്കുന്നിടം വരെ നമ്മൾ കുക്കറിൽ അത് വെച്ച് വേവിക്കുക. അപ്പൊ അപ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കാമേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഒരു 2 സവോള അരിഞ്ഞു വെക്കുക, കുറച്ച് 3-4-5 വെളുത്തുള്ളി അരിഞ്ഞു വെക്കുക, നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞു വെക്കുക. അപ്പൊ അതിനുശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. സവോള എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. സവോള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ സവോളയുടെ കൂടെ ഇടുന്നത് നന്നായിരിക്കും. അപ്പൊ സവോളയെ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് മൂടി വെക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ, സവോള ഒരു ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്കും തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും അതൊന്ന് തക്കാളി കൂടെ ഒന്ന് വേകുന്നിടം വരെ വെക്കുക. അപ്പൊ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. നമ്മൾ ചിക്കൻ മസാല ഉള്ളവരെ അത് ചേർക്കുക. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ മസാലയും ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇനി നമുക്ക് ആ കണവ, കുക്കറിൽ നിന്ന് ആ കണവ എടുത്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ച ചുവ മാറുന്നതും വരെ നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം കണവ ഇട്ട് കൊടുക്കാൻ. അപ്പൊ കണവയ്ക്ക് നമ്മളുടെ ചാറ്, നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് ചാറ് പറ്റിച്ചെടുക്കണം. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഇപ്പൊ നല്ല സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂടെ കുറുകണമെങ്കിൽ ഒന്നും കൂടെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സ്വാദിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ കണവ റോസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.